ഓലോട് പറഞ്ഞ വാക്കിന് ഇപ്പം എന്ത് വിലയുള്ളത്? നമ്മൾ പടച്ചോനുള്ള വാക്കല്ലേ വിലയുള്ളൂ. നിങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചാൽ ഓരവിടെ നിർത്താൻ പാടില്ല, ഓരെന്ത് ചെയ്യണം? നിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്നെ അതുപോലെ എൻ്റെ ഉപ്പ ഹുസൈൽ ഞങ്ങളെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അത് ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരുകയായിരുന്നു. അപ്പോൾ ഞങ്ങളോട് മക്കയിലെ ഖുറൈശികൾ, അവിടുത്തെ മുശ്രിക്കുകളായ ആളുകൾ ഞങ്ങളെ തടഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മുഹമ്മദിൻ്റെ അടുത്തേക്ക് വിശ്വാസം സ്വീകരിക്കാനും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്യാനും വേണ്ടിയിട്ടല്ല ഞങ്ങൾ പോണത്. അപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്, അത്രേ ഉള്ളൂ, ഞങ്ങൾ മദീനത്ത് പോകുകയാണെന്ന് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അവർ തമ്മിൽ കരാറിലെത്തിയതാണ്. കരാർ ഇതാണ്: നിങ്ങൾ മദീനത്ത് പോകുക, പക്ഷേ മുഹമ്മദിൻ്റെ ഒപ്പം ചേർന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ വരാൻ പാടില്ല എന്നതാണ് കരാർ. അപ്പോൾ ആ കരാർ എന്തായാലും അവർ ഏർപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് വേണ്ടിയുള്ള ഒരുക്കം നടത്തുന്ന സമയത്ത് അവർ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇങ്ങനൊരു കരാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നബി അവരോട് ഒരിക്കലും പറഞ്ഞില്ല, അതിപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യൂലേ എന്ന് നബി പറഞ്ഞില്ല. കള്ള കാഫിര്യങ്ങളല്ലേ. നമ്മളിപ്പോൾ എന്തൊക്കെയാ നമ്മൾ ചെയ്തോല്, നമ്മൾ അങ്ങോട്ടും അങ്ങനെ തന്നെ, അത്രേ ഉള്ളൂ എന്നും നബി പറഞ്ഞില്ല. ഓലോട് പറഞ്ഞ വാക്കിന് ഇപ്പം എന്ത് വിലയുള്ളത്? നമ്മൾ പടച്ചോനുള്ള വാക്കല്ലേ വിലയുള്ളൂ എന്നും മറുപടി പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് നഫീ ബിൽ അഹ്ദ്, നമ്മൾ ഈ കരാറ്, അവരോടുള്ള കരാറ് പാലിക്കും. വനസ്തഈനുല്ലാഹ അലൈഹിം, എന്നിട്ട് അവരുടെ മേൽ വിജയം നേടാൻ നമ്മൾ അള്ളാഹുവോട് സഹായം ചോദിക്കും. അവരോട് നമ്മൾ വെച്ച കരാറ് അള്ളാഹുവിൻ്റെ പേരിലുള്ള കരാറാണ്. അപ്പം അള്ളാഹിൻ്റെ പേരിൽ നമ്മളൊരു കരാറ് പറഞ്ഞാൽ അത് ആരോട് പറഞ്ഞതാണെങ്കിലും അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നാണ്. കരാറുകൾ ഉണ്ടായാൽ അത് എങ്ങനെയായാലും ലംഘിക്കാൻ പറ്റില്ല, അത് ആരോടാണെങ്കിലും. ചരിത്രത്തിൽ വാപ്പിയും മോനും കൂടിയാണ് വരുന്നത്. അതെ. അപ്പോൾ അവരെത്തുമ്പോൾ ഇത് യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളാണ്. അതാണെങ്കിൽ അവിടെ ഒരുപാട് പരിമിതികളുണ്ട്. ആൾബലമില്ല, ആയുധമില്ല, ആദ്യത്തെ ഒരു യുദ്ധമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാറിനെ അവിടെ 100% പാലിക്കുകയാണ്. സമാനമായ ധാരാളം സംഭവങ്ങൾ പ്രവാചക ജീവിതത്തിലുണ്ട്. മക്കയിലേക്ക് മദീനയിൽ നിന്ന് ഉംറ ആവശ്യാർത്ഥം പ്രവാചകൻ പുറപ്പെടുന്നു. അപ്പം വഴിയിൽ വെച്ച് ശത്രുക്കൾ പ്രവാചകനെ തടയാനുള്ള പദ്ധതികളുമായി വരുന്നു. ഹുദൈബിയയിൽ അവർ സന്ധിക്കുന്നു. അവിടെ ഹുദൈബിയയിൽ സന്ധി സംഭാഷണത്തിനിരിക്കുന്നു. അപ്പോൾ സുഹൈൽ ബിൻ അംറാണ് എതിർപക്ഷത്ത് നിന്ന് അവരുടെ ഒരു ഇൻ്റലക്ച്വൽ പേഴ്സണായിട്ട്, അവരുടെ ബൗദ്ധികമായി ഈ കാര്യങ്ങളിൽ കരാർ വാചകങ്ങളും അങ്ങനത്തെ ഉഭയകക്ഷി ചർച്ചകളുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത്. അവർ രണ്ടുപേരും എഴുതുന്ന കരാർ വാചകങ്ങൾ പ്രത്യക്ഷത്തിൽ ഒന്നുപോലും പ്രവാചകനോ വിശ്വാസികൾക്കോ അനുകൂലമല്ല. ഒന്ന്, അവരിപ്പോൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാഭിമാനം അവിടെ വെച്ചിട്ട് മദീനയ്ക്ക് പോകണം എന്നാണ് എൻ്റെ അർത്ഥം. അവരുടെ സ്വന്തം ദേശം, അവരുടെ സ്വന്തം മണ്ണ്, അവരുടെ സ്വന്തം നാട്, അവിടെ നിന്ന് ആട്ടിയിറക്കപ്പെട്ടവരാണിവർ. ആട്ടിയിറക്കപ്പെട്ട ജനത ആ നാട് കാണാൻ ആഗ്രഹിച്ച, അതിലുപരി പരിശുദ്ധ കഅബാലയത്തിൻ്റെ പുണ്യങ്ങളും ആ പരിശുദ്ധ കഅബാലയത്തിൻ്റെ മഹത്വങ്ങളും അറിയുന്നവർ അവിടേക്ക് എത്താനുള്ള കൊതി അവർക്കുണ്ട്. അതും നഷ്ടപ്പെടുകയാണ്. ഇനി അതൊക്കെ സഹിക്കാം. കരാറിലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത നിശ്ചിത ഒരു കാലം വരെ അങ്ങോട്ട് വരാൻ പാടില്ല. അവിടെ ഉള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും ഇനി മക്കയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് ഇവിടെ വന്നാൽ അവരെ തിരിച്ച് അയക്കണം. അവരെ മദീനയിൽ നിർത്താൻ പാടില്ല, ഒരു കാരണവശാലും മദീനയിൽ നിർത്താൻ പാടില്ല. മദീനയിൽ ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചാൽ അവരെ മക്കത്തേക്ക് പറഞ്ഞേക്കും വേണം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കണം, ഞങ്ങൾ നല്ല മേട്ടം വേടും. നിങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചാൽ ഓരവിടെ നിർത്താൻ പാടില്ല, ഓരെന്ത് ചെയ്യണം? നിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ധാരാളം പ്രശ്നങ്ങളുള്ള കരാറാണ്. അപ്പോൾ ഈ കരാർ പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് അബൂജന്തൽ വരുന്നത്. കാലിൽ ചങ്ങല കിലുക്കി അബൂജന്തൽ വന്നിട്ട് നബിയെ എന്ന് വിളിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നിരാശയോടെ വിഷമത്തോടെ നിന്നു എന്നല്ലാതെ അവിടെ വൈകാരികമായിട്ട് ഇടപെടണില്ല. കരാറാണ്. ഇസ്ലാം സ്വീകരിച്ച് വന്ന ഒരാളുടെ കാര്യത്തിൽ അവിടെ ഒരു കരാർ എടുക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഇതിനെ ചില വികാരജീവികൾ അതിനെടുക്കുന്ന ഒരു സമീപനമുണ്ട്. പക്ഷേ അബൂജന്തൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം വേറൊരു സ്പേസിലേക്ക് മാറി, ഇവരുടെ കൂടെ പോയില്ല. ഇവരുടെ നിർണായകമായ കച്ചവട യാത്രകൾ നടത്തുന്ന വഴിയിൽ അദ്ദേഹം അവിടെ പോയി സ്റ്റേ ചെയ്തു. പിന്നെ മക്കത്തു നിന്ന് ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ അവിടെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതോടുകൂടെ ആ കരാർ അവർക്ക് ആ കരാറിലൊരു ഇത് വേണം, ആ കരാർ നമുക്ക് ഒഴിവാക്കാം എന്ന് അവർക്ക് പറയേണ്ടി വന്നു. യുദ്ധം പൂർണ്ണമായി നിരാകരിക്കപ്പെട്ട ഈ ഒരു കാലയളവിൽ മദീനയിൽ നിന്ന് മക്കയുടെ പ്രാന്തങ്ങളിലേക്ക് വരാനും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരം സ്വഹാബത്തിന് കിട്ടി. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കണം, നിർഭയം ഇസ്ലാം പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇന്ന ഫതഹ്നാക ഫതഹൻ മുബീന, നിങ്ങൾക്ക് വ്യക്തമായ വിജയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാക്ഷാത്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അബ്ദു പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധമായിട്ടാണ് ഈ കാര്യം ചേർത്ത് വെച്ചത്. അവിടെ ഭയങ്കര നിർണായകമാണ്. സ്വന്തം പ്രിയപ്പെട്ടവരെ ശത്രുക്കൾക്ക് കൈമാറേണ്ടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറുകൾ എന്ത് ചെയ്തിട്ടില്ല, ലംഘിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞ വാക്കാണ്, ആ വാക്ക് പാലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഒഴുക്കിൽ ഞാൻ വരാം, ചെയ്യാം, നോക്കാം എന്ന് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കച്ചവടത്തിലൊക്കെ എഴുതിയ കരാറുകൾ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ കച്ചവടം തുടങ്ങുമ്പോൾ വാക്കാൽ സംസാരിച്ച വിഷയങ്ങളുണ്ടാവും. കച്ചവടമൊക്കെ ആകുമ്പോൾ എന്തായാലും എഴുതിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയേണ്ടത്. പക്ഷേ എഴുതി വെച്ച കാര്യങ്ങളാണെങ്കിൽ പോലും കച്ചവടത്തിൽ ഈ കൂട്ടിൽ എന്താ പറയുക, ഷെയർ ഉള്ള ആളുകളെ പരസ്പരം പറ്റിക്കണം, അല്ലെങ്കിൽ അത് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാത്ത, പിന്നീട് ആ പണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത അവസ്ഥകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇത് ഏത് തരത്തിലാണെങ്കിലും കച്ചവടത്തിലാകാം. ഇപ്പോൾ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ, നമ്മളെല്ലാവരും തമ്മിൽ പരസ്പരം ഒരു കരാറുണ്ട്. അത് നമ്മൾ എഴുതിയിട്ടില്ലെങ്കിലും ആ കരാറുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ കരാർ എന്ന് പറഞ്ഞത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കരാറാണ്. അപ്പോൾ ഈ കരാറുകൾ എന്തൊക്കെയാണെങ്കിലും അത് കൃത്യമായി പാലിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് ഒരു വലിയ കരാറല്ല എന്നാണ് ചില ആളുകളുടെ വിചാരം. അപ്പോൾ അത് പറഞ്ഞതൊന്നും പൊതുവെ എന്ത് ചെയ്യാറില്ല, പാലിക്കാറില്ല. പ്രത്യേകിച്ച് ഈ വിവാഹം നോക്കണേയും കാണുന്നൊക്കെ സമയത്ത് പഠിപ്പിക്കാം, ചെയ്യാം എന്നൊക്കെ പറയും, പിന്നെ ചെയ്യൂല. ആവശ്യങ്ങളും സന്ദർഭങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഈ ബന്ധപ്പെട്ട വ്യക്തിയെയും അതിൽ ബോധ്യപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. അതാണ് വിജയിക്കുന്ന വിശ്വാസികളുടെ ഒരു ഗുണം. അവരവരുടെ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണെന്ന്. അഹദുകൾ പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാഹുവുമായിട്ടാണ് ശരിക്കും ആ കരാറുള്ളത്, അള്ളാഹുവിൻ്റെ പേരിലാണ് ആ കരാറുള്ളത്. അപ്പോൾ വ്യക്തികളുമായി നമ്മൾ പറഞ്ഞൊരു കരാർ ലംഘിക്കുന്നു എന്നുള്ളതൊരു നിസ്സാരമായ കാര്യമില്ല. അത് അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ അവിടെ പറ്റിക്കുന്നത് എന്നൊരു ചിന്ത കൂടി നമുക്കുണ്ടാകണം.